എവരിവൺ, എല്ലാവർക്കും എൻ്റെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ വേണ്ടി പോകുന്നത് എങ്ങനെയാണ് ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ മെറ്റയിൽ നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട് ഒരു ലീഡ് ജനറേഷൻ ഫോം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചാണ്. സോ ലീഡ് ജനറേഷൻ ഫോം ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇതിന് മാത്രം എന്താണ് കാര്യം എന്നുള്ളത് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. പക്ഷെ സംഭവം ഈസിയാണ്. പക്ഷെ അതിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, കുറച്ച് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ വെച്ചുള്ള ഒരു ഷോർട്ട് വീഡിയോ ആണ് നമ്മൾ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോവാം. സോ ഇപ്പൊ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിൽ ഒരു ഫോം ആണ് നമ്മൾ നോർമലി എല്ലാവരും കാണലുണ്ട് അല്ലെ. അതായത് നമ്മളൊരു ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ ഫേസ്ബുക്കിൽ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾക്കൊരു സ്പോൺസർഡ് ആഡ് കാണും. അത് സ്റ്റോറിയിലായിരിക്കാം, അല്ലെങ്കിൽ നമ്മളുടെ ഫീഡിലായിരിക്കാം. അപ്പൊ നമ്മളത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മൾക്കൊരു ഫോം വരും. ആ ഫോമിൽ നിങ്ങളുടെ നെയിം, നിങ്ങളുടെ സിറ്റി, അല്ലെങ്കിൽ നിങ്ങളുടെ നമ്പർ, ഇമെയിൽ ID ഇതൊക്കെ കൊടുത്തിട്ട് നമ്മൾ സബ്മിറ്റ് അടിക്കും. ഇതാണ് ബേസിക്കലി നമ്മൾ കാണുന്ന ലീഡ് അല്ലെ. സോ ഇതേപോലത്തെ ഒരു ലീഡ് നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എന്താണ് ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. സോ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നിങ്ങളുടെ ആഡ്സ് മാനേജറിലോട്ടേക്ക് നിങ്ങൾ പോവുക. ആൻഡ് ആഡ്സ് മാനേജറിലോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പം ആഡ്സ് മാനേജർ എന്താണ്, അതെങ്ങനെയാണ് ക്യാമ്പയിൻസും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാന്ന് അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ അതിന് വെച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ അത് ഉറപ്പായിട്ടും കാണാൻ വേണ്ടി നോക്കാം. അപ്പം ഇവിടെ നമ്മൾ ആഡ്സ് മാനേജറിലോട്ടേക്ക് വന്നു. നമ്മൾ നമ്മുടെ ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. സോ നമ്മൾ പുതിയൊരു ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ലീഡ് ജനറേഷൻ ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ഒബ്ജക്റ്റീവ് നമ്മൾ എന്താ ചൂസ് ചെയ്യേണ്ടത്, ലീഡാണ് ചൂസ് ചെയ്യേണ്ടത്. അപ്പം ഞാൻ ലീഡ് എടുത്തു, കണ്ടിന്യൂ കൊടുക്കുകയാണ്. ആൻഡ് ഇവിടെ ഞാൻ ഇൻസ്റ്റന്റ് ഫോം ആണ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ആഡ്സെറ്റ് ലെവലിലേക്ക് ഞാൻ പോയി. ഓക്കെ, വീണ്ടും പറയണം, ഇതൊന്നും അറിയാത്ത ആൾക്കാരാണെങ്കിൽ ഇതിനു മുമ്പ് 1 hourൽ നമ്മൾ കംപ്ലീറ്റ് മെറ്റ ആഡ്സ് മാനേജർ എന്താണ്, എങ്ങനെയാണ് യൂസ് ചെയ്യാം, എങ്ങനെയാണ് ക്യാമ്പയിൻസ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള ഒരു കംപ്ലീറ്റ് വീഡിയോ ട്യൂട്ടോറിയൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. സോ ആദ്യം അത് വാച്ച് ചെയ്തതിന് ശേഷം ഇതിലോട്ടേക്ക് വരുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, സോ ഇവിടെ ഞാൻ ലീഡ് ജനറേഷനിലോട്ടേക്ക് വന്നു. ആൻഡ് ഇവിടെ ഞാൻ എന്താ കൊടുക്കുന്നത്, ഇൻസ്റ്റന്റ് ഫോം ആണ് കൊടുക്കുന്നത്. കാരണം നമ്മൾ ഫോം ക്രിയേറ്റ് ചെയ്യാനാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ആൻഡ് ദെൻ ലീഡ്സിലോട്ടേക്ക് ആഡിലോട്ടേക്ക് പോയി. ആഡ് ലെവലിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഫോം ജനറേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫോം കൊടുക്കുന്നതും. അതിനുവേണ്ടി ഞാനിവിടെ ക്രിയേറ്റ് ഫോം എടുത്തു. ക്രിയേറ്റ് ഫോമിൽ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളുടെ ഒരു ഫോമിന്റെ പേര് കൊടുക്കുക. ഇപ്പൊ ജസ്റ്റ് ഞാൻ ട്രയലിന് കൊടുക്കുകയാണ്. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് കാണാൻ വേണ്ടി പറ്റും. മോർ വോളിയം, 3 ഓപ്ഷൻ കാണാൻ വേണ്ടി പറ്റും. മോർ വോളിയം, ഹയർ ഇന്റന്റ് ആൻഡ് റിച്ച് ക്രിയേറ്റീവ്. ഓക്കെ, സോ ഈ മൂന്നിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പം മോർ വോളിയം എന്ന് പറയുമ്പം ആ പേര് പറയുന്നത് പോലെ തന്നെ കൂടുതൽ വോളിയം, കൂടുതൽ കൗണ്ട് അല്ലെങ്കിൽ കൂടുതൽ നമ്പേഴ്സ് കിട്ടുക എന്നുള്ളതാണ്. അതായത് ഒരു 100 ലീഡ് അല്ലെങ്കിൽ 50 ലീഡ് അല്ലെങ്കിൽ 20 ലീഡ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് കൗണ്ട് കിട്ടുക എന്നുള്ളതാണ് നമ്മൾ എന്ത് പറയുന്നത്, മോർ വോളിയം എന്നുള്ളതിനെ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇപ്പൊ നിങ്ങളൊരു സ്റ്റാർട്ടപ്പ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾ പുതിയതായിട്ടൊരു ബിസിനസ് റൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ കൂടുതലും നിങ്ങൾ ആദ്യത്തെ ലെവലിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് കൂടുതൽ ആൾക്കാരുടെ നമ്പേഴ്സ് നിങ്ങൾക്ക് കിട്ടുക, കൂടുതൽ ആൾക്കാരുടെ ഡേറ്റ നിങ്ങൾക്ക് കിട്ടുക എന്നുള്ളതായിരിക്കും. അപ്പൊ നമ്മൾ മോർ വോളിയം കൊടുക്കുന്നതായിരിക്കും ബെറ്റർ. ആൻഡ് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ലീഡ് സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങളിപ്പോൾ നിങ്ങളുടെ പേര് കൊടുത്തു, അല്ലെങ്കിൽ നിങ്ങളുടെ ഇമെയിൽ ID, നിങ്ങളുടെ ഫോൺ നമ്പർ കൊടുത്തിട്ട് നിങ്ങൾ ഡയറക്റ്റ് സബ്മിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അല്ലാണ്ട് അവിടെ വേറെ ഒരു റിവ്യൂവും കാര്യങ്ങളൊന്നും നടക്കില്ല. വൺസ് നിങ്ങൾ ഡീറ്റെയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് നിങ്ങൾ സബ്മിറ്റ് കൊടുക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാർ ആ ഫോം സബ്മിറ്റ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. ആൻഡ് രണ്ടാമത്തേത് ഹയർ ഇന്റന്റ് ആണ്. ഹയർ ഇന്റന്റ് എന്ന് പറയുമ്പോൾ അത് കുറച്ചുകൂടി ക്വാളിറ്റി ഉള്ള ലീഡ്സ് ആവാൻ ചാൻസസ് കൂടുതലാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മളൊരു റിവ്യൂ ബട്ടൺ കൂടി കൊടുക്കുന്നുണ്ട്. കണ്ട, ഇവിടെ ഇപ്പൊ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ അതായത് ഓഡിയൻസ് ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ നമ്പർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അവർക്ക് വീണ്ടും റിവ്യൂ ചെയ്യാനായിട്ട് പറ്റും. അതായത് മുമ്പ് പോയിരിക്കുന്ന അവർ ഫില്ല് ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്നും കൂടി റിവ്യൂ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ നമ്മളാണെങ്കിലും നമ്മൾ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരാളാണെങ്കിൽ അങ്ങനെ വീണ്ടും റിവ്യൂ ചെയ്യുമ്പോൾ ചിലപ്പം കൂടുതൽ ആൾക്കാരും സ്കിപ്പ് അടിച്ചിട്ട് അല്ലെങ്കിൽ ക്ലോസ് ചെയ്തിട്ട് പോകാറാണ് പതിവ്. കാരണം അവരുടെ ഇൻട്രസ്റ്റ് അവിടെ അങ്ങോട്ട് പോകും. പക്ഷെ അത്യാവശ്യം ആ ഒരു പ്രൊഡക്റ്റിനോടോ അല്ലെങ്കിൽ സർവീസിനോടോ ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും അവർ എന്ത് ചെയ്യും, ആ റിവ്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് ചെയ്യാനുള്ള ചാൻസസ് ആയിരിക്കും കൂടുതൽ. സോ അതുകൊണ്ട് തന്നെ ഇവിടെ ഫിൽട്ടർ ഔട്ട് ചെയ്തിട്ടുള്ള ലീഡായിരിക്കും നമുക്ക് വരുന്നത്. അപ്പൊ അത് നമ്മൾക്ക് ക്വാളിറ്റി ഉണ്ടാക്കാൻ ചാൻസസ് വളരെ കൂടുതലാണ്. ആൻഡ് ഇവിടെ വേറൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി നിങ്ങളുടെ ക്വാളിറ്റി ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വേറൊരു ഓപ്ഷൻ കൂടി ഇപ്പം അവൈലബിൾ ആണ്. ആൻഡ് ദാറ്റ് ഈസ് 1 time പാസ്കോഡ്. അതായത് നമ്മൾക്ക് ഇത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ
നിങ്ങളുടെ ഓഡിയൻസ്, അതായത് ഇത് സബ്മിറ്റ് ചെയ്ത യൂസർ ആരാണോ അവരുടെ ഫോൺ നമ്പറിലോട്ടേക്ക് ഒരു കോഡ് പോകും, OTP പോകും. ആ OTP ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ്, എൻ്റർ ചെയ്താൽ മാത്രമാണ് ഇവർക്ക് ഈ ഫോം സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ വീണ്ടും ആലോചിക്കുക, അവിടെ സ്കിപ്പ് അടിച്ച് പോകാൻ ചാൻസസ് വളരെ കൂടുതലാണ്. പക്ഷെ നമുക്ക് അത്രയും ക്വാളിറ്റി ലീഡ്സ് ആണ് നമുക്ക് വേണ്ടുന്നതെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാം, ഇത് ടിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ കൗണ്ട് കുറയും. അതായത് ഡേറ്റയുടെ കൗണ്ട്, ലീഡിന്റെ നമ്പർ, ലീഡിന്റെ കൗണ്ട് കുറയാൻ ചാൻസ് ഉണ്ട്. കാരണം ഒരുപാട് ആൾക്കാർ സ്കിപ്പ് അടിച്ചിട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഇച്ചിരി കോസ്റ്റും കൂടാനായിട്ട് ചാൻസ് ഉണ്ട്. കാരണം അത്രയും ഫോം ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്യാൻ ചാൻസ് ഉള്ള ആൾക്കാരിലോട്ടേക്കായിരിക്കും നിങ്ങളുടെ ആഡ് കാണിക്കുന്നതും. അതുപോലെ തന്നെ അവിടെ കൗണ്ട് കുറവുള്ളത് കൊണ്ട് തന്നെ അവിടെ കോസ്റ്റ് കൂടാൻ ചാൻസ് ഉണ്ട്. സോ ഇതൊക്കെ നിങ്ങൾ നിങ്ങളുടെ നെക്സ്റ്റ് ലെവൽ ക്യാമ്പയിൻസിൽ കൊടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. എപ്പോഴും സ്റ്റാർട്ട് വിത്ത് മോർ വോളിയം. അത് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി, അതായത് കുറച്ച് ഡേറ്റാസ് ഒക്കെ കയറാൻ വേണ്ടി എപ്പോഴും നല്ലത് മോർ വോളിയത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെയാണ്. ഓക്കെ, സോ അതാണ് ഹയർ ഇന്റന്റ് എന്നുള്ളതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്വാളിറ്റി ലീഡ്സ് കിട്ടാൻ വേണ്ടിയിട്ട്. ദെൻ റിച്ച് ക്രിയേറ്റീവ്. റിച്ച് ക്രിയേറ്റീവ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല, കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻട്രോ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. അതായത് കുറച്ചും കൂടി എന്താണ്, പാരഗ്രാഫ് വൈസസ് ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പനി റിലേറ്റഡ് മെസ്സേജ്, കമ്പനി മെസ്സേജസും കമ്പനി ഇമേജസും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി നിങ്ങൾക്ക് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് റിച്ച് ക്രിയേറ്റീവ് എന്ന് പറഞ്ഞാൽ. സോ ഇങ്ങനെ 3 ടൈപ്പ് ഓഫ് ഫോം ടൈപ്പുകളാണ് ഉള്ളത്. ഇപ്പൊ നമുക്ക് ജസ്റ്റ് ഹയർ ഇന്റന്റ് ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ആൻഡ് ഇവിടെ ഒപ്റ്റിമൈസ്ഡ് ആണോ അല്ലെങ്കിൽ മാനുവൽ ആണോ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ മാനുവൽ കൊടുക്കുകയാണ്. ആൻഡ് മാനുവൽ കൊടുക്കുകയാണെങ്കിൽ ബേസിക്കലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ എലമെന്റ്സ്, അതായത് നിങ്ങൾ ഈ ഫോം ഫില്ല് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഫോം ക്രിയേറ്റ് ചെയ്യുമ്പോൾ കൊടുത്തിരിക്കുന്ന ഇമേജസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എന്താ പറയുക, എന്തെങ്കിലും നിങ്ങളുടെ ഓഡിയൻസിലോട്ടേക്ക് പോകുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് ആക്ഷൻസ് കിട്ടുന്നതിനനുസരിച്ചിട്ട് ഒപ്റ്റിമൈസ് ചെയ്യണോ ചെയ്യണ്ടേ എന്നുള്ളത്, അല്ലെങ്കിൽ എന്തൊക്കെ ഒപ്റ്റിമൈസ് ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നതാണ് ഈ പറഞ്ഞിരിക്കുന്ന ഫ്ലെക്സിബിൾ ഫോം ഡെലിവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് വേണ്ടെങ്കിൽ ജസ്റ്റ് അൺടിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അതായത് നമ്മൾ എങ്ങനെയാണോ ഇത് ക്രിയേറ്റ് ചെയ്തത് ആ രീതിയിൽ തന്നെ ആൾക്കാരിലോട്ട് എത്തിച്ചാൽ മതി. അതിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും മെറ്റയുടെ ഭാഗത്തു നിന്നായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഈ ഒരു സാധനത്തിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇതിന് ശേഷം നമ്മൾ അടുത്തത് ഇൻട്രോയിലേക്ക് പോവാണ്. ഇൻട്രോയിൽ നമ്മളുടെ കാര്യങ്ങളൊക്കെ കൊടുക്കുക. ഇപ്പൊ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് വേണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് നമ്മൾ യൂസ് ചെയ്യാം. നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത നമ്മുടെ ആഡിൽ നിന്ന് തന്നെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് എടുക്കണമെങ്കിൽ അത് എടുത്തോളും, അല്ലെങ്കിൽ നമുക്ക് പുതിയത് അപ്ലോഡ് ചെയ്യണമെങ്കിൽ അത് നമുക്ക് അപ്ലോഡ് ചെയ്യാം. അതിനുശേഷം നമ്മളൊരു ഹെഡ്ലൈൻ കൊടുക്കാം. ദെൻ ഹെഡ്ലൈൻ കൊടുത്തതിന് ശേഷം നമുക്ക് ഇൻസ്ട്രക്ഷൻസ്, ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. അത് നമുക്ക് ഒന്നുകിൽ പാരഗ്രാഫ് രീതിയിൽ കൊടുക്കാം, അല്ലെങ്കിൽ ലിസ്റ്റ് ആയിട്ട് നമുക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാം. എങ്ങനെയാണ് ആ രീതിയിൽ നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട്. അപ്പം ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഹെഡ്ലൈൻ എപ്പോഴും ക്യാച്ച് ആയിരിക്കണം. അതായത് നിങ്ങളിപ്പം എന്തിനെ കുറിച്ചാണോ ആഡ് റൺ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ എന്താണ് ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടി പോകുന്നത്, അവരുടെ എന്ത് പ്രശ്നത്തിനൊരു പരിഹാരമാണ് നിങ്ങൾ കൊടുക്കുന്നത് എന്നുള്ളത് വ്യക്തമാവുന്ന രീതിയിൽ, അതായത് ബേസിക്കലി അവർക്ക് എന്ത് ബെനിഫിറ്റ് ആണ് ഇതിൽ നിന്നും കിട്ടാൻ വേണ്ടി പോകുന്നത് എന്നുള്ളത് ക്ലിയർ ആയിട്ട് കൊടുക്കുന്ന രീതിയിലായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഹെഡ്ലൈൻ യൂസ് ചെയ്യേണ്ടത്. ആൻഡ് അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ അത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം. അതാണ് ഡിസ്ക്രിപ്ഷൻ. അപ്പൊ അവിടെയൊക്കെ നിങ്ങളുടെ പ്രോഡക്റ്റ് എന്താണെന്നോ, അല്ലെങ്കിൽ അത് അവർക്ക് എങ്ങനെയാ ഹെൽപ്പ് ചെയ്യുന്നത്, അവരുടെ ലൈഫിൽ അതിന് എങ്ങനെയാണ് അഡ്വാൻറ്റേജ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ബെനിഫിറ്റ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് പറയുന്ന രീതിയിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിലായിരിക്കണം നിങ്ങൾ അവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, ആൻഡ് ദെൻ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട്, ക്വസ്റ്റ്യൻസ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇമ്പോർട്ടൻ്റ് എന്ന് പറയുമ്പോൾ വീണ്ടും ഞാൻ പറയുന്നത്, ക്വാളിറ്റി ലീഡ്സ് കിട്ടണമെങ്കിൽ, ദാറ്റ് ഈസ് നെക്സ്റ്റ് സ്റ്റേജ്. നമുക്ക് നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയാം. ക്വാളിറ്റി ലീഡ്സ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം ഈ ക്വസ്റ്റ്യൻസ് ഫില്ല് ചെയ്യുന്ന ആൾക്കാർ എന്ന് പറയുന്നത് മേ ബി ഇൻട്രസ്റ്റഡ് ഉള്ള ആൾക്കാരായിരിക്കും. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ചിലപ്പം നമ്മളുടെ അമ്മമാരുടെ ഫോൺ അല്ലെങ്കിൽ നമ്മളുടെ ഫോണൊക്കെ ചിലപ്പോൾ വീട്ടിലെ പിള്ളേരുടെ കയ്യിലൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ ഇവർക്ക് ഒന്നും ആൻസർ ചെയ്യേണ്ട, ജസ്റ്റ് എല്ലാം ടിക്കറ്റ് പോവുകയാണെങ്കിൽ അതങ്ങോട്ട് സബ്മിറ്റ് ആയി പോകും. ഈവൻ നമ്മുടെ നെയിമും നമ്മുടെ നമ്പറും ഇമെയിലും ഒക്കെ പ്രീഫിൽ ആയിട്ട് വരുന്നതാണ്. നമ്മളായിട്ട് ചോദിക്കുന്ന കാര്യം അല്ലെങ്കിൽ അവർ ഫില്ല് ചെയ്യേണ്ട ആവശ്യം പോലും വരുന്നില്ല. അത് ജസ്റ്റ് അവരുടെ ഇങ്ങനെ നെക്സ്റ്റ് അടിച്ച് പോകുമ്പോൾ അത് എന്താവും, സബ്മിറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. ആൻഡ് അതുകൊണ്ടൊക്കെ തന്നെ ജങ്ക് ലീഡ്സും വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ കൊടുക്കുവാണെങ്കിൽ അവിടെ അവരെ
ആൻസർ എൻട്രി ചെയ്യണം. അതും ക്വസ്റ്റ്യൻസ് ഓപ്ഷണൽ ആയിട്ട് കൊടുക്കരുത്. ആൻസർ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രം സബ്മിറ്റ് ചെയ്യാൻ പറ്റൂ എന്നുള്ള രീതിയിലൊക്കെ കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ക്വാളിറ്റി ലീഡ്സ് നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യാൻ മൾട്ടിപ്പിൾ ചോയ്സ്, അതായത് യെസ് ഓർ നോ, അല്ലെങ്കിൽ നമുക്ക് 2 ഓപ്ഷൻ കൊടുത്തിട്ട് അതിലേതെങ്കിലും അവർക്ക് ചൂസ് ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ നമുക്ക് ആഡ് ചെയ്യാം. ഇനി അതെല്ലാം നമുക്ക് ഷോർട്ട് ആൻസേഴ്സ് നമുക്ക് ആഡ് ചെയ്യാം. എന്താണോ ലൈക്ക് അതിനെക്കുറിച്ച് അവർ എന്താ പറയുക ഡീറ്റെയിൽ ആയിട്ട് എഴുതുന്ന രീതിയിൽ ഷോർട്ട് ആൻസേഴ്സ് നമുക്ക് ആഡ് ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് വേണ്ടുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇവിടെ നോർമലി ഇത് കോണ്ടാക്ട് ഇൻഫോർമേഷൻ ആണ്. അപ്പൊ ഇത് പ്രീഫിൽ വരുന്ന സംഭവങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പം ഇമെയിൽ, ഫുൾ നെയിം, ഫോൺ നമ്പർ, ഇതിൽ എന്തെങ്കിലുമൊക്കെ ഓപ്ഷണൽ ആയിട്ട് അത് വേണമെന്ന് നിർബന്ധം ഇല്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷണൽ കൊടുക്കാം. സോ ദാറ്റ് അവർക്ക് ഇത് കൊടുക്കണ്ട. അപ്പൊ എപ്പോഴും ഇമെയിൽ ഐ ഡി ഒക്കെ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇമെയിൽ ഐ ഡി നമ്മൾക്ക് റീടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് അവർക്ക് തന്നെ ഇമെയിൽ മാർക്കറ്റിംഗ് ഒക്കെ ചെയ്യാനും റീടാർഗറ്റിംഗ് പർപ്പസിനൊക്കെ നമുക്കത് ഹെൽപ്ഫുൾ ആണ്. സോ അതുകൊണ്ട് ഇമെയിൽ ഐ ഡി എപ്പോഴും വാങ്ങിക്കുന്നത് തന്നെയാണ് നല്ലത്. അതൊരു ഡേറ്റയാണ്. ഓക്കെ. ആൻഡ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നിങ്ങൾ പറയണം ലൈക്ക് ഇതെന്തിനാണ് ഈ ഡേറ്റ നമ്മൾ എടുത്തിട്ട് എന്താണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇത് നിങ്ങൾ ഫിൽ ഔട്ട് ചെയ്യാണ്ട് നിങ്ങൾ കൊടുക്കാണ്ട് നിങ്ങൾക്ക് ഫോം ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. സോ ജസ്റ്റ് കൈൻഡ്ലി ഫിൽ അപ്പ് ദിസ് ഫോം സോ ദാറ്റ് വി ക്യാൻ ഗെറ്റ് ബാക്ക് ടു യു സൂൺ എന്നുള്ള രീതിയിലോ അങ്ങനെ എന്തെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒരു കൈൻഡ്ലി ഫിൽ അപ്പ് ദിസ് ഫോം എന്നുള്ള രീതിയിൽ എന്തെങ്കിലും ഒരു സംഭവം അവിടെ നിങ്ങൾക്ക് കൊടുക്കാം. ഇവിടെയും വീണ്ടും ആൾക്കാർക്ക് മനസ്സിലാവും ലൈക്ക് അവരുടെ ഡേറ്റ നമ്മൾ വേറൊന്നും മിസ്യൂസ് ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലൊരു എന്താ പറയുക ഒരു ക്ലാരിറ്റി കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ബോക്സ് അവിടെ ഉള്ളത്. ആൻഡ് അടുത്തത് നമ്മൾ എന്ത് ചെയ്യാണ്, പ്രൈവസി പോളിസി. നമ്മുടെ വെബ്സൈറ്റിൽ നമ്മുടെ പ്രൈവസി പോളിസിയുടെ ലിങ്ക് എന്താണോ അത് നമ്മൾക്ക് ഇവിടെ ജസ്റ്റ് ഇപ്പം ഞാനിപ്പോൾ ജസ്റ്റ് കൊടുക്കുകയാണ്, വെറുതെ കൊടുക്കുകയാണ്. പ്രൈവസി പോളിസി സെറ്റ് ചെയ്യുക. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് റിവ്യൂ സ്ക്രീൻ കാണാൻ വേണ്ടി പറ്റും. ദെൻ ഇതെന്താണ്, ആൾക്കാർക്ക് ഇത് ആക്ച്വലി നമ്മുടെ നെറ്റ്വർക്കിന് ചെറിയൊരു ഇഷ്യൂ ഉണ്ട്, അതുകൊണ്ടാണ്. റിവ്യൂ സ്ക്രീൻ കാണാൻ വേണ്ടി പറ്റുമ്പോൾ ഇവിടെ ശരിക്കും ആൾക്കാർക്ക് ഒന്നും കൂടി റിവ്യൂ ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് അവർ ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്നും കൂടി റിവ്യൂ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അവർക്ക് ആ റിവ്യൂ ഓക്കെ ആണെങ്കിൽ മാത്രം അവർ സബ്മിറ്റ് ചെയ്താൽ മതി. അല്ലെങ്കിൽ അവർ എന്താണ് സ്കിപ്പ് അടിച്ചിട്ട് പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. ആൻഡ് ദെൻ ഫൈനലി എൻഡിങ് ആണ്. എൻഡിങ്ങിൽ നമ്മൾക്ക് അവരുടെ അടുത്ത് പറയണം ലൈക്ക് നിങ്ങൾ ഫിൽ ചെയ്തതിനൊക്കെ താങ്ക് യു. നിങ്ങൾക്ക് കൂടുതൽ ആക്ഷൻസും കാര്യങ്ങളും എടുക്കണമെങ്കിൽ ഒന്നെങ്കിലും നമ്മുടെ വെബ്സൈറ്റിൽ വിസിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ കോൾ ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ കോൺടാക്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ നിങ്ങൾ അവരുടെ അടുത്ത് പറഞ്ഞിട്ട് ഫോം അവസാനിപ്പിക്കുകയാണ്. സോ അതാണ് എൻഡിങ് കാർഡ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അതേപോലെ തന്നെ ഹെഡ്ലൈനും ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ സെറ്റ് ചെയ്യാം. ദെൻ ഇവിടെ എന്ത് ആക്ഷനാണ് അവർ എടുക്കേണ്ടത്, വെബ്സൈറ്റിൽ പോവാണോ, അല്ലെങ്കിൽ ഒരു ഫയൽ വ്യൂ ചെയ്യാനോ, അല്ലെങ്കിൽ ബിസിനസ് കോൾ ചെയ്യാനോ, വാട്സാപ്പിലൂടെ ചാറ്റ് ചെയ്യണോ, എന്ത് ആക്ഷനാണ് ഇവിടെ എടുക്കേണ്ടത് അത് കൊടുക്കാം. ഇപ്പൊ ഞാൻ ലിങ്ക് വെബ്സൈറ്റ് കൊടുത്തത് കൊണ്ട് തന്നെ എൻ്റെ വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ കൊടുക്കുകയാണ്. ദെൻ അവിടെ കോൾ ടു ആക്ഷൻ എന്താണോ വേണ്ടുന്നത് അതെനിക്ക് എഴുതി കൊടുക്കാം. വ്യൂ വെബ്സൈറ്റോ, കോൺടാക്ടേഴ്സോ, ലേൺ മോറോ എന്താണോ വേണ്ടുന്നത് അത് കൊടുക്കാം. ആൻഡ് ക്രിയേറ്റ് ഫോം കൊടുക്കാം. ഓക്കെ. സോ ഇങ്ങനെ ഫോം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോം ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പം ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാമ്പയിൻസിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ. സോ അപ്പം ഇവിടെ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഫോം നിങ്ങൾക്ക് ഇവിടെ റിവ്യൂ ചെയ്ത് നോക്കാനായിട്ട് പറ്റും, നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് കൊടുത്തത് എന്നുള്ളത്. ആൻഡ് ഡയറക്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവസാനം പബ്ലിഷ് ചെയ്താൽ മതി. ആൻഡ് വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത ലീഡ്സ് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതിന് നിങ്ങൾക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് മാത്രമാണ് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളൊരു പുതിയ ഫോം വീണ്ടും ക്രിയേറ്റ് ചെയ്യണം. ഓൾറെഡി ഉള്ളത് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. സോ ഇങ്ങനെയാണ് നമ്മൾ ലീഡ് ജനറേഷൻ ചെയ്യുന്നത്. അപ്പം അതിൽ ഓരോ കാര്യങ്ങളും കൊടുക്കുന്നതിന് ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കോമെന്റ് സെക്ഷനിലോട്ടേക്ക് പറയാം. നമുക്ക് അത് വെച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതേപോലത്തെ ഒരുപാട് പ്രാക്ടിക്കൽ സെഷൻസ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോസ് ഒന്നും മിസ് ഔട്ട് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ആ ബെൽ ഐക്കൺ ഒന്ന് പ്രസ് ചെയ്തേക്കുക. അപ്പം താങ്ക് യു സോ മച്ച്. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണാം.